ഫ്രണ്ട്സ്, ഒരാളെ പഴം തെറ്റിക്കാനുള്ള പെടാപ്പാടാണ് ഈ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ കഴിക്കണില്ലേ. പിന്നെ അവസാനം പഴം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാമെന്നായി. പിന്നെ പപ്പ അതേ സ്പ്ലിറ്റ് ബനാന വിത്ത് ഐസ്ക്രീം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണേ. അതിനായിട്ട് ജസ്റ്റ് ഒരു ബനാന എടുത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പുള്ള പ്ലേറ്റാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 3 സ്കൂപ്പ് ഐസ്ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 2 സ്കൂപ്പ് സ്ട്രോബെറി ഐസ്ക്രീമും 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അതുപോലെ ഐസ്ക്രീം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ബനാന എടുത്തിട്ട് 2 സൈഡിലേക്കും നമ്മൾ തൊലി കളഞ്ഞിട്ട് 2 സൈഡിലേക്കും ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ 2 സൈഡിലേക്കും വെച്ച് കൊടുത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുവാണേ. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ 2-3 ചെറി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ചെറിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് സ്പ്ലിറ്റ് ബനാന വിത്ത് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുവിന് ഇതൊന്ന് കൊടുത്തു നോക്കാം. അവൻ എന്താ അഭിപ്രായം പറയണേന്ന് നോക്കാമല്ലോ. അതെ, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോവുകയാണേ. അവന് കൊടുത്തു നോക്കുന്നുണ്ട്. കണ്ടപ്പോൾ ആൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്, തൊട്ടൊക്കെ നോക്കുന്നുണ്ടേ. ഇതാ ഞാനൊരു ചെറിയ സ്പൂൺ എടുത്ത് കൊടുത്തു നോക്കി. ആൾ ടേസ്റ്റ് ചെയ്യുവാണ്. സൂപ്പറാണെന്നാണ് പറഞ്ഞത്, കണ്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.